മൈക്ക് കൈ പിടിച്ചു. കുടുംബയോഗത്തിൻ്റെ സ്നേഹം നിറഞ്ഞ ഭാരവാന്മാരായ സഹോദരന്മാരെ, കുടുംബത്തിലെ കൂടപ്പിറപ്പുകളായ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, ഞാൻ നിങ്ങളെ കാണാൻ ഒത്തിരി ആഗ്രഹിച്ചു വന്നതാണ്. എനിക്ക് ഒത്തിരിയേറെ ആഗ്രഹങ്ങളുണ്ട്. എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെല്ലാം നിങ്ങൾക്കും കിട്ടണമെന്ന്. പക്ഷെ പറയാനുള്ള സമയം നമുക്ക് തീരെ കുറവാണ്. എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെല്ലാം നിങ്ങൾക്കും കിട്ടണേ, നിങ്ങളുടെ കുടുംബത്തിന് കിട്ടണേ, നിങ്ങളുടെ മക്കൾക്ക് കിട്ടണേ, നിങ്ങളുടെ ജീവിത പങ്കാളികൾക്ക് കിട്ടണേ, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് കിട്ടണേ, നിങ്ങളുടെ സഹോദരങ്ങൾക്ക് കിട്ടണേ, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കിട്ടണേ എന്ന് വലിയൊരു ആഗ്രഹത്തോടുകൂടിയുള്ള ഒരു ജീവിതമാണ് എൻ്റെ ജീവിതം. 7 ജില്ലയിൽ നിന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്ക് എത്തുന്ന എല്ലാവർക്കും എല്ലാ ദിവസവും 5000-ത്തിലധികം ആളുകൾക്ക് നല്ല ചോറും കറികളും ചൂടുവെള്ളവും വെച്ച് വിളമ്പി കൊടുക്കുന്നതാണ് നമ്മുടെ നവജീവൻ. കൂടാതെ തെരുവിലറിയുന്ന അനേക മാനസിക രോഗികള്, പ്രായമുള്ളവരെ എല്ലാം തെരുവിൽ നിന്ന് മുട്ടിക്കൊണ്ടുവന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കി ചികിത്സിച്ച് സുഖമാക്കി ഒത്തിരി പേരെ വീടുകൾ വിട്ടു. ഒത്തിരി പേര് നമ്മുടെ കൂടെ കഴിയുന്നുണ്ട്. 55 വർഷമായി ഇങ്ങനെ എല്ലാ ദിവസവും ആശുപത്രിയിൽ വരുന്നവരുടെ ദുരിതങ്ങളും ദുഃഖങ്ങളും മരണങ്ങളും എല്ലാം കാണുവാൻ തുടങ്ങിയിട്ടൊക്കെയും 60 വർഷങ്ങൾ മുതൽ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിച്ച കാലത്ത് വിശന്നിരിക്കുന്ന കൂട്ടുകാർക്ക് എൻ്റെ പങ്ക് ചോറ് കൊടുത്ത് വിശന്നിരുന്ന രോഗിയായി 14, 15, 16 വയസ്സ് മെഡിക്കൽ കോളേജ് വന്നപ്പോൾ ഒരു അനാഥനായ രോഗി കരയുന്ന കണ്ടു. വിശന്നിട്ട് കരയുന്ന, ആഹാരത്തിന് വഴിയില്ല, സഹായിക്കാൻ ആളില്ലാതെ കണ്ടപ്പോൾ വീട്ടിൽ നിന്ന് ഒരു ചോറ് കൂടെ കൊടുത്ത് ആ സഹോദരനെ കെട്ടിപ്പിടിച്ചു ചുംബിച്ചുകൊണ്ട് ഞങ്ങളുടെ കൂട്ടുകാരായി ഒന്നിച്ച് കിടന്നുറങ്ങി. ഓപ്പറേഷൻ വന്നു. ഞാൻ സുഖമായി. ആ സഹോദരൻ മരിച്ചുപോയി. അന്ന് മുതൽ തുടങ്ങിയ ആഗ്രഹം കൊണ്ട് വീട് വീടാൻ തോന്നും കർമ്മം തിരുന്നത് ചോറും കറിയൊക്കെ മേടിച്ച് ആശുപത്രി കൊടുത്ത് ജീവിച്ച കാലഘട്ടങ്ങളിൽ കൂടെ കടന്നുപോയപ്പോഴേ ഞാൻ കുഞ്ഞുനാളുകൾ എപ്പോഴും പ്രാർത്ഥിച്ച് ജീവിക്കുന്ന ഒരു കുടുംബമായിരുന്നു എൻ്റെ കുടുംബം. എൻ്റെ വല്യമ്മച്ചിയുടെ ആ പ്രചോദനമാണ് എൻ്റെ ജീവിതം മുന്നോട്ട് നയിച്ചതെല്ലാം. സംഘത്തിന്റെ ഓരോ ഭാഗത്തിലൂടെ ദൈവം നിങ്ങളെ കേൾപ്പിക്കുമായിരിക്കും. പക്ഷെ ഞാൻ വേഗം പറയാൻ ആഗ്രഹിക്കുകയാണ്. സമയം ചുരുക്കമാണ്. വളരെ ദൂരെ നിങ്ങൾ യാത്ര ചെയ്ത് എത്തുകയാണ്. തിരിച്ച് നിങ്ങൾക്ക് ഇനി വളരെ ദൂരം യാത്രയാകേണ്ടതുമാണ്. അങ്ങനെ ഞാൻ ആശുപത്രി കാമ്പോട്ടിൽ കൂടെ നടന്ന കാലത്ത് പ്രാർത്ഥിച്ച് നടന്നപ്പോൾ ഒരാളിൽ കൂടെ വിളിച്ചു തന്ന 20 രൂപ ശമ്പളത്തിന് ജോലി കിട്ടി. ആ ജോലി കിട്ടിയപ്പോൾ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികളുടെ ഹോസ്റ്റലിൽ നിന്ന് ഭക്ഷണം മേടിച്ച് കൊടുത്തു തുടങ്ങി. ആ മെഡിക്കൽ വിദ്യാർത്ഥികളെല്ലാം കൊണ്ടിക്കൊണ്ട് ധ്യാനം തുടങ്ങി, പ്രയർ ഗ്രൂപ്പുകളൊക്കെ തുടങ്ങി. അത് കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജ്, നഴ്സിംഗ് കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജുകളിലെല്ലാം തുടങ്ങി. അത് ജീസസ് യൂത്ത് എന്നുള്ള പ്രയർ ഗ്രൂപ്പായി. അങ്ങനെ വിഷമകാലത്ത്, ദുരിതകാലത്ത് ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിച്ച് എന്നേക്കാൾ ദുരിതം അനുഭവിക്കുന്നു, എന്നേക്കാൾ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി കഷ്ടപ്പെടാൻ ഞാൻ ആഗ്രഹിച്ചു. വെയിൽ കൊണ്ടാണേലും, വിശന്നിരുന്നാണേലും, മഴ നനഞ്ഞാണേലും, ഉറങ്ങാതിരുന്നാണേലും, നാണം കെട്ടാണേലും ഓരോ വ്യക്തികളുടെ സങ്കടങ്ങൾ എൻ്റെ സ്വന്തം സങ്കടമായി കണ്ടുകൊണ്ട് അവർക്ക് വേണ്ടി ഞാൻ കഷ്ടപ്പെട്ട് നടക്കാൻ ഇഷ്ടപ്പെട്ട് ഞാൻ നടന്ന് ജീവിച്ച കാലങ്ങളായിരുന്നു. ആ കോട്ടയം മെഡിക്കൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന മെഡിക്കൽ വിദ്യാർത്ഥികളെല്ലാവരും എന്നെ സഹായിക്കാൻ തുടങ്ങി. അങ്ങനെ കേരളത്തിലെ മറ്റ് മെഡിക്കൽ കോളേജ്, നഴ്സിംഗ് കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജുകളിലെല്ലാം പ്രയർ ഗ്രൂപ്പുകൾ, ധ്യാനങ്ങളെല്ലാം തുടങ്ങി. യാക്കോബ ഓർത്തഡോക്സ് മാർത്തോമ CSI കത്തോലിക്ക സഭയിലെ ധാരാളം അച്ഛന്മാർ, ബിഷപ്പുമാരൊക്കെ പണ്ട് കാലത്ത് എന്നെ സഹായിക്കാൻ കൂടിയവരാണ്. അങ്ങനെ തുടങ്ങി വന്നതാണ് ഒരു ചെറിയ വാടകത്തിൽ ആരംഭിച്ചാണ് നവജീവൻ. എൻ്റെ വീട്ടിലെ വീടുകളെല്ലാം മേടിച്ച് ഞാനും ഭാര്യയും ജന്മനാൽ തുറന്നുപോയ പോലെ 4 പെൺമക്കളോ യാതൊരു സൗകര്യമില്ലാത്ത വീട്ടിൽ വാടകയ്ക്ക് ജീവിച്ചുകൊണ്ട് ദാരിദ്ര്യത്തിനും ദുരിതത്തിനും ജീവിച്ചപ്പോൾ തന്നെ അത്താഴം പോലും കൊണ്ട് ഓരോരുത്തർക്ക് കൊടുത്ത് കടിഞ്ചായ കുടിച്ച് കിടന്നുറങ്ങിയ കാലങ്ങളിൽ കൂടെ പോകുന്നതാണ് നമ്മുടെ നവജീവനൊക്കെ. ഒരു സുഖസൗകര്യത്തിൽ നിന്നുണ്ടായതല്ല. പക്ഷെ മറ്റുള്ളവരെ കരച്ചിലുകളും വേദനകളും നമ്മൾ കാണുമ്പോൾ തന്നെ പ്രിയപ്പെട്ടവരെ സ്വന്തം അപ്പനായി, അമ്മയായി, സഹോദരനായി, സഹോദരിയായി, മകനായി, മകളായി കാണുന്നെങ്കിൽ അവർക്ക് വേണ്ടി കഷ്ടപ്പെടുവാനും അവരെ സ്നേഹിക്കുവാനും അവരെ സഹായിക്കാനും അവരെ ഒറ്റപ്പെടുത്താതിരിക്കാനും തള്ളിപ്പറയാതിരിക്കാനും ഒരു മനസ്സ് നമുക്കുണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ജീവിതം എന്ന് പറയുന്നത്. ഈ കുടുംബയോഗത്തിൽ എപ്പോഴും ഓർക്കേണ്ട, കുടുംബത്തിൽപ്പെട്ടവർ തന്നെ വളരെ വിഷമിച്ച് കഴിയുന്നവരുണ്ടായിരിക്കാം, വളരെ സമ്പന്നതയിൽ കഴിയുന്നവരുണ്ടായിരിക്കാം, വിദ്യാഭ്യാസം കൊണ്ട് സാമ്പത്തികം കൊണ്ട് ഉയർന്നു ജീവിക്കുന്നവരുണ്ടായിരിക്കാം, ഏറ്റവും താഴ്ന്നു ജീവിക്കുന്നവരുണ്ടായിരിക്കാം. പക്ഷെ ഏറ്റവും താഴെയുള്ളവരെ നമ്മൾ പരിഗണിക്കണം, അവരെ കൂടി ഒന്ന് രക്ഷപ്പെടുത്തിപ്പെടണം. സ്നേഹത്തിന് കുറവ് വരരുത്, കരുണയ്ക്ക് കുറവ് വരരുത്, എന്തെങ്കിലും കൊടുക്കുന്നതിന് കുറവ് വരരുത്. അങ്ങനെ അവരെയും കൂടെ നമ്മുടെ ഒപ്പം ചേർത്തുകൊണ്ട് കൂട്ടിക്കേട്ട് പോകുമ്പോൾ നമുക്കെല്ലാവർക്കും ഒരു നല്ല ജീവിതം ഉണ്ടാകും, സാഹോദര്യ സ്നേഹം ഉണ്ടാകും. മരണം വരെയും നമ്മുടെ ജീവിതത്തിൽ കൂടെ കടന്നു തരുന്ന ഈ സമയങ്ങൾ, സാഹചര്യങ്ങളിലെല്ലാം നമ്മളെല്ലാവരെയും സ്നേഹിച്ചും സഹായിച്ചും പ്രാർത്ഥിച്ചും എല്ലാവർക്കും വേണ്ടി കഷ്ടപ്പെട്ട് വിശന്നിരുന്ന് വെയിൽ കൊണ്ട് മഴ നനഞ്ഞ് നാണം കെട്ട് നമ്മൾ ജീവിക്കുമ്പോൾ
സ്വർഗസ്ഥനായ പിതാവ് നമുക്ക് വേണ്ടതെല്ലാം ഈ ഭൂമി തന്നുകൊണ്ടിരിക്കും. അതാണ് നമ്മൾ ഇന്ന് കാണുന്ന നവജീവനമൊക്കെ. ഒരു വർഷം 18 ലക്ഷത്തിലേക്ക് ഭക്ഷണമാണ് നമ്മുടെ അടുക്കളയിൽ നിന്ന് പോകുന്നത്. 6 കോടിയിലധികം രൂപ അതിന് കണക്കും പ്രകാരം കണക്കില്ലാതെ ഒത്തിരി രോഗികൾക്ക് വണ്ടിക്കൂലി, വണ്ടി മരിച്ചു പോയ പിള്ളേരെ പഠിപ്പിക്കാൻ സഹായിക്കുന്നു, കെട്ടിച്ചു വിടാൻ സഹായിക്കുന്നു, വീട് വെച്ചു കൊടുക്കാൻ സഹായിക്കുന്നു. ഒത്തിരി ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ കയ്യെ പിടിച്ച് പറഞ്ഞേൽപ്പിച്ച് മരിച്ചു പോയവരുണ്ട്. അവരെല്ലാവരും നമ്മൾ സഹായിക്കാനായിട്ട് സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടതെല്ലാം തന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ഭക്ഷണം കൊടുക്കുന്ന 1,60,000 രൂപ വേണം. ഒരു മാസം 45-50 ലക്ഷത്തിലധികം രൂപ വേണം. വിദേശ ഫണ്ടോ ഗവൺമെന്റ് ഫണ്ടോ സഭയുടെ ഫണ്ടോ പിരിവുകളോ ഒന്നുമില്ല. എന്തുകൊണ്ടാണ് നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്? പ്രിയപ്പെട്ടവരെ ഓർക്കുക, എല്ലാവരെയും നമ്മൾ നല്ല മനുഷ്യരായിട്ട് കണ്ടുകൊണ്ട്, നന്മ പറഞ്ഞുകൊണ്ട്, എല്ലാവരെയും കൂടപ്പിറപ്പായി, അമ്മയായി, അപ്പനായി, സഹോദരനായി, സഹോദരിയായി നമ്മൾ നല്ല സുഹൃത്തുക്കളായി തീരുക എല്ലാവർക്കും. അങ്ങനെ 30,000 സുഹൃത്ത് ബന്ധങ്ങളുണ്ട് എനിക്ക്. ഡോക്ടർമാര്, നേഴ്സുമാര്, എഞ്ചിനീയേഴ്സ്, അച്ഛന്മാര്, ഒരുപാട് സുഹൃത്തുക്കളുണ്ട് വിദേശത്തും നാട്ടിലൊക്കെ. അങ്ങനെ ധാരാളം സുഹൃത്തുക്കളുടെ സഹായങ്ങൾ കൊണ്ടാണ് ഈ ആശുപത്രിയിലെ എല്ലാ പ്രവർത്തനങ്ങളും മാസം 50 ലക്ഷത്തിന് രൂപ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. സ്നേഹം നിറഞ്ഞ അമ്മമാരെ, നമ്മുടെ കൂടപ്പിറപ്പുകളുടെ മക്കളെ സ്വരൂപിക്കണം. കഴിവുള്ളവർ കൂടപ്പിറപ്പ് കാണും, കഴിവില്ലാത്തവർ കാണും. കുഞ്ഞു പിള്ളേരിലൂടെ കയറി വരുമ്പോൾ ഒത്തിരി സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവരെ സംരക്ഷിച്ച്, ഒരു നിവൃത്തിയില്ലാത്ത വീട്ടിലെ കൂടപ്പിറപ്പിന്റെ കൊച്ചിനെ വേണം ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ. ഒരു നിവൃത്തിയില്ലാത്ത വീട്ടിലെ കുടുംബനാഥയെ വേണം ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ. ഒരു നിവൃത്തിയില്ലാത്ത കുടുംബത്തിലെ അപ്പനെ വേണം ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ. അങ്ങനെ ചെറിയവന് കൊടുത്ത് വരുമ്പോൾ അവരെല്ലാം വലുതാകുകയും ചെയ്യും. അവരെക്കാൾ നമ്മൾ വലുതായിക്കൊണ്ടേയിരിക്കും. നമ്മുടെ കുടുംബങ്ങളിലെ പലയിടത്തുണ്ടാകുന്ന ദൈവാനുഗ്രഹത്തിന്റെ കുറവ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ആണുങ്ങൾക്കൊക്കെ അഹങ്കാരവും ദാർഷ്ട്യവും കള്ളുകുടിയുള്ളവരുണ്ട്. എല്ലാവരും ഇഷ്ടമല്ല പറയുന്നത്. പെണ്ണുങ്ങൾക്ക് അസൂയയും കുശുവും, ആണുങ്ങൾക്ക് ദാർഷ്ട്യവും കള്ളുകുടി. ഞാൻ പറയുന്നത് നീ കേട്ടാൽ മതി. ഇതുള്ള കുടുംബങ്ങൾക്ക് അനുഗ്രഹങ്ങൾ കുറഞ്ഞു പോകും. പ്രിയപ്പെട്ടവരെ, നമ്മൾ എപ്പോഴും നല്ല മനസ്സുള്ള, നന്മ ചെയ്യുന്ന, നല്ല വലിയ വ്യക്തിയായി ജീവിച്ച് മരിച്ചാൽ മതി എന്നൊരാഗ്രഹം നമുക്കുണ്ടാകുക. എന്റെ കുടുംബത്തിൽപ്പെട്ട, എന്റെ കൂട്ടുകാരിൽപ്പെട്ട, എന്റെ നാട്ടുകാരിൽപ്പെട്ട ഏറ്റവും നല്ല സ്വഭാവമുള്ള, നന്മ ചെയ്യുന്ന നല്ല വലിയ വ്യക്തിയായി ജീവിച്ച് മരിച്ചാൽ മതി എന്നൊരാഗ്രഹം നമുക്കുണ്ടാകുക. ആ ആഗ്രഹത്തിന് ഇന്നും ദൈവത്തിന് മുമ്പാകെ ഒരു വലിയ വിലയുണ്ട്. ഞാൻ മാർപ്പാപ്പയുടെ അടുത്തിരുന്ന് കുർബാന കൂടിയിട്ടുണ്ട്. മാർപ്പാപ്പ തികച്ചും യോഗ്യം എന്ന് പറഞ്ഞുള്ള വേറെ ബഹുമതി തന്നെ ആദരിച്ചിട്ടുണ്ട്. മദർ തെരേസമ്മയുടെ 10 ദിവസം താമസിച്ചിട്ടുണ്ട്. മദർ കെട്ടിപ്പിടിച്ച് എനിക്ക് വിശ്വസം തന്നിട്ടുണ്ട്. ചായ കുടിച്ചോടെ കഴിഞ്ഞിട്ടുണ്ട് 10 ദിവസം. അതുപോലെ തന്നെ 25 രാജ്യങ്ങളിൽ മികച്ച സേവനത്തിൽ അവാർഡ് വന്ന് മെഡിക്കൽ കോളേജിനെ ആദരിച്ചിട്ടുണ്ട്. എന്റെ കൂട്ടുകാർ 3-4 വർഷം കൊണ്ട് ഒരു സിനിമ നിർമ്മിച്ച്, ഒരു നല്ല കോട്ടയംകാരൻ പറഞ്ഞ യൂട്യൂബിലുണ്ട്. അത് കോട്ടയത്ത് കുറെ നാളോടി. ഇതിനൊന്നും പബ്ലിസിറ്റി കൊടുക്കുന്നേ ഇല്ല. ഇതിനൊക്കെ കൂടുതൽ പബ്ലിസിറ്റി വരുന്ന കാലം എന്നായിരിക്കണം? ഞാൻ മരിച്ചെന്നറിയുന്ന ദിവസം മുതലായിരിക്കണം കൂടുതൽ കാര്യങ്ങൾ, കൂടുതൽ പേര് അറിഞ്ഞുകൊണ്ട് ജീവിക്കുക. എന്നാൽ ആ മരണത്തിന് മുൻപായിട്ട് ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എല്ലാ കുടുംബങ്ങൾക്കും സമാധാനം ഉണ്ടാകണം, സന്തോഷം ഉണ്ടാകണം. എല്ലാവരെയും കുഞ്ഞുമക്കൾ നല്ല മക്കളായി വളർന്നു ജീവിക്കാൻ നമുക്ക് ആഗ്രഹം ഉണ്ടാകണം. പ്രിയപ്പെട്ട അമ്മമാരെ, കുഞ്ഞുങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. നിങ്ങളെ കുഞ്ഞുങ്ങളെ പെൺപിള്ളേരെല്ലാം വഴി വിട്ടു പോവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ മക്കൾ വളർന്നു വരുമ്പോൾ അവരെ പിടിച്ചുകൊണ്ട് പോകാൻ അനേക ആളുകൾ ഇന്ന് സമൂഹത്തിന് ചുറ്റുപാടുകൊണ്ട്. അതുകൊണ്ട് അമ്മമാരും അപ്പന്മാരും മക്കളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. കർത്താവായ ദൈവമേ, എന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു നാശം കണ്ട് ജീവിച്ച് മരിക്കാൻ ഞങ്ങൾ ഇടയാകരുത്. ഒത്തിരി പള്ളി വഴി, സ്കൂൾ വഴി എല്ലാം പ്രസംഗ പരിപാടികളുണ്ട്. ഒത്തിരി പള്ളി വഴി നമുക്ക് ധ്യാനങ്ങളുണ്ട്. 3 ദിവസം, 4 ദിവസം, 5 ദിവസം ധ്യാനങ്ങളുണ്ട്. പറയാൻ സമയമുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് സമയമില്ല. ചുരുക്കി പറയുകയാണ് ചെയ്യുന്നത്. നമ്മുടെ മക്കൾ നമ്മളെക്കാൾ നല്ലവരും വലിയവരുമായി കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ മക്കളെ പ്രാർത്ഥനയിലും കാരുണ്യ പ്രവർത്തനത്തിലും സാഹോദര്യ സ്നേഹത്തിലും അവരെ വളർത്തുവാനായിട്ട് അവര് കാണേണ്ടത് എൻ്റെ അപ്പനും അമ്മയും അങ്ങനെയായിരിക്കണം. എൻ്റെ അപ്പനും പ്രാർത്ഥിക്കുന്ന അമ്മയും ദാനധർമ്മം ചെയ്യുന്ന അമ്മയും സഹോദര സ്നേഹമുള്ള അമ്മയെയും അപ്പനെയും കണ്ടെങ്കിലേ നമ്മുടെ മക്കൾക്ക് അതുപോലെ ജീവിക്കാനുള്ള ആഗ്രഹങ്ങൾ അവരിൽ വളർന്നു വരികയുള്ളൂ. ഞാൻ പലയിടത്തും ചെന്ന് വീടുകളിൽ ചെല്ലുമ്പോഴത്തേനും ചായ ഒക്കെ തരും. പോരാൻ നേരത്തെ അവർ പറഞ്ഞില്ലല്ലോ ഞാനൊന്ന് പ്രാർത്ഥിച്ചിട്ട് കൊള്ളാറുണ്ട്. എന്നാൽ പ്രാർത്ഥിച്ചു താമസിക്കുന്നത്. ചിലർക്ക് താല്പര്യമില്ല, ചിലർക്ക് താല്പര്യം. ഞാൻ പ്രാർത്ഥിക്കുന്നു.
കർത്താവായ ദൈവമേ, ഈ കുടുംബത്തെ കർത്താവിന്റെ കരങ്ങളാൽ എന്നും ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു. ഇവരുടെ കുടുംബ ജീവിതത്തെ എന്നും അനുഗ്രഹിക്കുന്നത്. ഇവർക്ക് ദാനമായി കൊടുത്ത മക്കളെ കൂടെ നൽകാനിരിക്കുന്ന എല്ലാ തലമുറകളും ദൈവവിളിയുള്ളവരും വിശുദ്ധരും സുവിശേഷകരും ലോകാരാധികരും മകൻ വ്യക്തികളും സൽക്കർമ്മികളും സൽസ്വഭാവികളും ധനികരും ധർമ്മിഷ്ഠരുമായ സഭയ്ക്കും സമൂഹത്തിനും യുഗാന്ത്യം വരെ അനുഗ്രഹത്തിന്റെ മക്കളും തലമുറകളുമായി തീരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യുഗാന്ത്യം വരെ റോമിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ വിശുദ്ധരുടെ രൂപങ്ങളൊക്കെ കണ്ടപ്പോഴത്തേന് കൈകൂപ്പി പിടിച്ച് ലോകത്തുള്ള എല്ലാ ഭാഷക്കാരും വേഷക്കാരും സമുദായക്കാരും എല്ലാവരും വന്നപ്പോഴേ അവർ പ്രാർത്ഥിച്ചു വരുന്നപ്പോഴത്തേന് ഞാൻ അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചു. എൻ്റെ മനസ്സിലേക്ക് പരിശുദ്ധാത്മാവ് തന്ന ഒരു ചിന്ത തന്നതാണ്, അവരൊക്കെ മാതാപിതാക്കൾ അവരെക്കാൾ വിശുദ്ധരായിരുന്നു. അതുകൊണ്ടാണ് സഭയിലെ തിരുമേനിമാരെ വിശുദ്ധരെ എന്ന് നമുക്കുള്ളത്. കാലം കഴിഞ്ഞു പോയിട്ടും ഇന്നും അവരുടെ ഓർമ്മകളെ ലോകത്തെ എല്ലാ ദേവാലയങ്ങളിലും സ്ഥലങ്ങളിലും സാഹചര്യങ്ങളിലും നിലനിന്ന് പോകുന്നത് അവരുടെ പൂർവ്വപിതാക്കന്മാരുടെ നന്മയാണ് ഓർക്കുന്നു. ഈ കുടുംബജീവിതം നയിക്കുന്ന കുടുംബങ്ങളായ എല്ലാവരും നമ്മുടെ ഒരു കാലത്ത് നമ്മുടെ പൂർവ്വപിതാക്കന്മാരായി തീരും. എന്നാൽ നമ്മുടെ മക്കളും ഓർത്ത് പറയണം, ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ അനുഗ്രഹിക്കപ്പെട്ടവരായിരുന്നു എന്ന് പറയാൻ കഴിയത്തക്ക വിധത്തിൽ ഇന്നു മുതലൊരു ജീവിതം ആരംഭിക്കണം. അഹങ്കാരം കുറയ്ക്കുക, ആഡംബരം കുറയ്ക്കുക, വാശി കുറയ്ക്കുക, പ്രതികാരം കുറയ്ക്കുക, വെറുപ്പ് കുറയ്ക്കുക, വിദ്വേഷം കുറയ്ക്കുക, ഞാൻ എന്നുള്ള ഭാവങ്ങളെല്ലാം കുറച്ചങ്ങ് മാറ്റി വെച്ചിട്ട് കുറച്ചുകൊണ്ട് എളിമയിലും അനുകമ്പയിലും കരുണയിലും പ്രാർത്ഥനയിലും ദാനധർമ്മത്തിലും സാമൂഹിക സ്നേഹത്തിലും നമ്മൾ വളർന്നു വലുതാകാൻ നമുക്ക് ഒത്തിരിയേറെ ആഗ്രഹം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. 76 വയസ്സുണ്ട് എനിക്ക്. മെഡിക്കൽ കോളേജ് മുടങ്ങാതെ കണ്ടിട്ട് 55 കൊല്ലമായി. 60 വർഷങ്ങൾക്ക് മുമ്പ് രോഗിയായി വന്നു. എനിക്കുണ്ടായ പ്രചോദനം എൻ്റെ വല്യമ്മയിൽ നിന്നാണ്. വഴിയെ പോകുന്നവർക്കെല്ലാം ഭക്ഷണം കൊടുക്കുമായിരുന്നു. സ്കൂളിൽ പോയി വരുമ്പോൾ ചോദിക്കും, ചേട്ടാ നീ പള്ളി കയറിയിട്ടാണ് പള്ളിക്കൂടത്തിൽ പോയത്, നീ തിരിച്ചു വന്നു പള്ളി കയറിയിട്ടാണ് വീട്ടിലോട്ട് വന്നത്, ഇല്ലെങ്കിൽ ഭയങ്കര അടിയായിരുന്നു. ആ അടിയുടെ ഓർമ്മയാണ് ഇന്നെൻ്റെ ഗുണം. എൻ്റെ ജീവിതത്തിൽ കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങളും ആ അടിയുടെ ഓർമ്മകളാണ്. കുടുംബത്തിൽ പ്രാർത്ഥന ചൈതന്യമുള്ള നല്ല നല്ല അമ്മമാര് കുടുംബത്തിൽ ഉണ്ടായിരിക്കണം. അപ്പന്മാരെ ജോലി തേടിപ്പോയി ജീവിതമാർഗത്തിന് തേടിപ്പോയിട്ട് വൈകിയായിരിക്കും അവരിൽ നിന്ന് കുഞ്ഞുങ്ങളുടെ അടുത്ത് രാവും പകലിരിക്കുന്ന അമ്മമാരാണെന്നൊരു ഓർമ്മ വേണം. ഒരു നല്ല അമ്മ കുടുംബത്തിലുണ്ട്, ആ മക്കൾ ഏറ്റവും നല്ലവരായി വരും. ഒരു നല്ല സഹോദരിയാണെങ്കിൽ ബാക്കിയുള്ള സഹോദരങ്ങളെല്ലാം നല്ലവരായി വരും. ഞാനിന്ന് വെളുപ്പിനെ 3:30 5 മണി വരെ പ്രാർത്ഥിച്ച് ജപമാരിയൊക്കെ കഴിഞ്ഞ് കുർബാനയൊക്കെ കഴിഞ്ഞ് തുടങ്ങുന്നത്. 2 സ്ഥലത്തെ പ്രസവം കഴിഞ്ഞ് ഞാൻ ഓടി വന്നത്. എനിക്കൊക്കെ അനുഗ്രഹങ്ങളായിട്ട് എല്ലാവർക്കും വേണമെന്നുള്ള ആഗ്രഹമാണ്. നിങ്ങളെല്ലാവരിലും നിങ്ങളുടെ മക്കളിലെല്ലാവരിലും സഭയ്ക്ക് സമൂഹത്തിനും അനുഗ്രഹത്തിന്റെ ദേവാലയത്തിന്റെ കുടുംബഭാഗമായി തീരണം. നമ്മുടെ വീട് ഒരു ദേവാലയമായി മാറണം. പരിശുദ്ധിയുടെയും പരിപാലനയും സ്നേഹത്തിന്റെയും അനുകമ്പയുടെയും പ്രാർത്ഥനയുടെയും സൽപ്രവൃത്തിയുടെയും ഒക്കെ ഒരു ദേവാലയ ജീവിതമായി മാറണം നമ്മുടെ കുടുംബം. അവിടെ മദ്യപാനത്തിന്റെ കുടുംബമാകരുത്, വാശിയുടെ കുടുംബമാകരുത്, പ്രതികാരത്തിന്റെ കുടുംബമാകരുത്, മറിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുള്ള പരിശുദ്ധമായ ജീവിതത്തിൽ കൂടെ എൻ്റെ കുടുംബം ഒരു ദേവാലയമായി തീരണം. എൻ്റെ ജീവിതം വിശുദ്ധമായി തീരണം. എന്നിൽ കൂടെ അനേകർക്ക് നന്മകൾ ഉണ്ടായി ജീവിക്കുന്നത് കാണുവാനിടയാകണം. ധാരാളം ഡോക്ടർമാര്, നേഴ്സുമാര്, എഞ്ചിനീയർമാര്, ജഡ്ജിമാര്, മജിസ്ട്രേറ്റുമാര്, കളക്ടർമാര്, വക്കീലന്മാരെല്ലാം കുഞ്ഞു പ്രായത്തിൽ എൻ്റെ കൂടെ കൂടിയവരെല്ലാം വലിയ സ്നേഹമുള്ള സുഹൃത്തുക്കളാക്കി മാറ്റിയത്. ഒത്തിരി രാജ്യങ്ങളിൽ ഞാൻ പ്രസംഗിക്കാൻ പോയിട്ടുണ്ട്. പോകുന്നില്ല, എനിക്ക് ക്ഷീണമാണ്. വലിയ ഓപ്പറേഷൻ കഴിഞ്ഞ ആളാണ്. ഡോക്ടർമാർ പറഞ്ഞു വിശ്രമം വേണോ ഉറക്കം വേണോ, ഇത് രണ്ടുമില്ല. ഇങ്ങനെ ഒത്തിരി സ്ഥലങ്ങളിലൂടെ പോകാൻ ആഗ്രഹിക്കാം. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞ അപ്പന്മാരെ, അമ്മമാരെ നമ്മൾ ഓർത്തോണം. നടന്നു പോകുന്ന കാലത്ത്, കിടപ്പിലാകുന്ന കാലത്തെക്കുറിച്ച് ഓർമ്മയില്ല. ഈ ആരോഗ്യം പോകും, ഇച്ചിരി വെള്ളം തരാവും. ഈ ആരോഗ്യം പോകും, ഈ പ്രായം പോകും, ഈ സൗന്ദര്യം പോകും, കണ്ണിന്റെ കാഴ്ച പോകും, ചെവിയുടെ കേൾവിശക്തി കുറയും, ഇരിക്കുന്നിടത്ത് നേക്കാൻ മേലാതെയാകും, ഏറ്റി നടക്കാൻ മേലാതെയാകും. എന്നല്ലേ നാളെ ഒരു ദിവസം. നമ്മുടെ വീട് ഒത്തിരി മനോഹരമായിരിക്കും. വീടിന്റെ നടുമുറിയിൽ ഈ ശരീരം ശവശരീരമായിട്ട് മൊബൈൽ മോർച്ചറി വെക്കുന്ന ദിവസം ഉണ്ടാകും. ഈ ശരീരം
ശവപ്പെട്ടിയിലായി വീടിന്റെ മുറ്റത്ത് വെക്കുന്ന ഒരു ദിവസം ഉണ്ടാകും പ്രിയപ്പെട്ടവരെ. ഒന്നും കൊണ്ടുപോകാനില്ല, ഒന്നും കൊണ്ടുവന്നിട്ടുമില്ല. ഒറ്റയ്ക്ക് വന്നു, ഒറ്റയ്ക്ക് പോകുന്നു. പിതാവായ ദൈവം ഈ ഭൂമിയിലേക്ക് ജന്മം തന്നു, നമ്മളെ തിരിച്ചു വിളിക്കുന്നു, പോകുന്നു. അഴുകിത്തീരാനുള്ള ശവശരീരത്തിന്റെ ആ ശരീരം കാണിച്ചുകൊണ്ടുള്ള, ആ ശരീരത്തിന്റെ ബലം കാണിച്ചുകൊണ്ട്, ആ ശരീരത്തിന്റെ അഹങ്കാരം കാണിച്ചുകൊണ്ട്, ആ ശരീരത്തിന്റെ ആഡംബരം കാണിച്ചുകൊണ്ട്, ആ ശരീരത്തിന്റെ ഫാഷൻ ഷോ കാണിച്ചുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ. എല്ലാം മാറിപ്പോകും. ആരോഗ്യം, അധികാരം, സ്ഥാനമാന, സമ്പത്തെല്ലാം അല്പകാലത്തേക്കേ ഉള്ളൂ. അല്പകാലത്തേക്ക് ഈ സൗന്ദര്യമുള്ളൂ, ഈ ആരോഗ്യമുള്ളൂ, ഈ കഴിവുകളുള്ളൂ. എല്ലാം അല്പകാലം, അല്പകാലം, അല്പകാലം. ദിവസവും ഞാൻ ക്യാൻസർ വാടി മരണം കാണുന്ന ആളാണ്. അവർക്ക് അവസാനം ഡോക്ടർമാർ ഇഷ്ടപ്പെട്ടവർ കൊടുക്കുന്ന ആവശ്യമില്ല. ബിരിയാണി കൊടുക്കും, കപ്പ, മീൻകറി എന്നിപ്പം മുട്ടക്കറി, പാലപ്പം കൊണ്ട് കുറെ സഹോദരിമാരെല്ലാം ഉത്സാഹിക്കുന്നുണ്ട്. പോത്തിറച്ചിയൊക്കെ കൊണ്ട് കൊടുക്കുന്നു. അവസാനം നമ്മുടെ ഭക്ഷണം കഴിച്ചാണ് മരിച്ചു കിടക്കുന്ന ആ ശവശരീരത്തിന്റെ അടുത്ത് ചെല്ലുമ്പോൾ വയറ്റി കിടക്കുന്ന നമ്മൾ കൊടുത്ത ബിരിയാണിയും മീൻകറിയും കപ്പയും ചീനിക്കിഴങ്ങും കപ്പ ബിരിയാണി കഴിച്ചാണ് മടങ്ങിപ്പോകുന്നത്. മരിക്കാറായി കിടക്കുമ്പോഴാണ് ഓർക്കുന്നത്, നമ്മൾ മരിക്കാറായി രോഗികളായി കിടക്കുമ്പോഴാണ് ഓർക്കുന്നത് നടന്നുപോയ കാലത്തെക്കുറിച്ച്. കിടപ്പിലാക്കുന്ന കാലത്തെക്കുറിച്ച് ഓർമ്മയില്ല. കിടപ്പിലാക്കുന്ന കാലത്ത്, നടന്നുപോയ കാലത്തെ കുറിച്ച് ഓർമ്മിക്കാൻ നമ്മൾ സങ്കടപ്പെടുത്തിയ പലരും നമ്മളെ ഒന്ന് കാണാൻ വരും. ശ്രദ്ധിച്ച് കേൾക്കുക നിങ്ങൾ. നമ്മൾ ആരെയൊക്കെ സങ്കടപ്പെടുത്തിയിട്ടുണ്ടോ, ഏതെല്ലാം തരത്തിൽ നമ്മൾ ഉപദ്രവിച്ചിട്ടുണ്ടോ, വേദനിപ്പിച്ചിട്ടുണ്ടോ, ആശുപത്രി കട്ടിലെ കിടക്കയിലോ ക്യാൻസർ വാർഡിലോ മറ്റെവിടെയെങ്കിലും നമ്മൾ അവശരായി കിടക്കുമ്പോഴാണ് നമ്മളെ സന്ദർശിക്കാൻ വരുന്നവര് അവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ നടന്നുപോയ കാലത്തെക്കുറിച്ച് ഓർമ്മ, കിടപ്പിലാകുന്ന കാലത്തുള്ള ചിന്ത. സമയം കഴിഞ്ഞപ്പോഴേ നമ്മളെ വേദനിപ്പിക്കുന്നവരെ നമുക്ക് ഓർമ്മയുണ്ട്. പക്ഷേ നമ്മളെ വേദനിപ്പിക്കുന്നവരെ നമുക്ക് ഓർമ്മയുണ്ടോ? ഇല്ല. പ്രത്യേകിച്ചും സഹോദരിമാര്, അവര് കല്യാണം കഴിച്ചു വന്ന് കയറിയ കാലം മുതലേ എന്തെങ്കിലും പിണക്കോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നേ അത് 10-25 കൊല്ലം കഴിഞ്ഞാലൊന്നും മറക്കത്തില്ല. കെട്ടി വന്ന കാലത്ത് കെട്ടിയവന്റെ അമ്മ എന്തെങ്കിലും അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും കല്യാണം കഴിഞ്ഞാൽ പലയിടത്ത് താമസമായി കഴിഞ്ഞാൽ അമ്മയെ കഷ്ടപ്പെടി കെട്ടിക്കഴിയുമ്പോൾ 10-25 കൊല്ലം മുമ്പ് നടന്ന് പറഞ്ഞ് തിരിച്ച് കുത്തുവാക്ക് പറഞ്ഞവരെ കട്ടിലയിലിട്ട് കുത്തിക്കൊല്ലുന്നവരുണ്ട്. കുത്തുവാക്ക് പറയാനായിട്ട് ഭയങ്കര അർത്ഥം വെച്ച് വർത്തനം പറയാൻ പല സഹോദരിമാർക്കറിയാം. ആണുങ്ങൾക്ക് തേടി പറയാനായിരിക്കും അർത്ഥം വെച്ച് വർത്താനം അവിടെ. പെണ്ണുങ്ങൾക്ക് അർത്ഥം വെച്ച് വർത്താനം പറയാനായിരിക്കും. മനസ്സുണ്ടാക്കി കഴിച്ചാൽ മതി, വേണേ കഴിച്ചാൽ മതി, വേറെ മക്കളിക്ക് ആയ കാലത്ത് കുറെ ചെയ്തത് അനുഭവിച്ചു വേറൊരു സമ്മാനം കിട്ടുക. അന്നേരം പ്രിയപ്പെട്ട സഹോദരന്മാർ, നിങ്ങളെ കൂട്ടുകാരോടൊക്കെ പറയണം, പള്ളി കുർബാന കഴിഞ്ഞിരുന്നു കൂട്ടുകാരുടെ സ്വർണ്ണത്തേട്ടും സാരിക്കേട്ടും മുഖത്തേട്ടും ഒന്നും അല്ല നോക്കണ്ട, അവരുടെ മനസ്സിലേക്ക് നോക്കണം. നിന്റെ ഏട്ടന്റെ അമ്മയപ്പനൊക്കെ എന്നാ എടുക്കുന്നത്? സുഖമായിട്ടിരിക്കുന്നു. നീ നല്ലപോലെ നോക്കിയാൽ നിന്റെ കുഞ്ഞുങ്ങളെ നല്ലപോലെ നോക്കും. നീ അവരെ കരയിപ്പിച്ചാൽ നിന്റെ കുഞ്ഞുങ്ങളെ നിന്നെ കരയിപ്പിക്കും. പെണ്ണുങ്ങളുടെ നാക്കുകൊണ്ട് പറയാൻ തുടങ്ങാമെങ്കിൽ 10,000 നോട്ടീസിന്റെ ഫലം കിട്ടും. 10,000 നോട്ടീസിന്റെ ഫലം കിട്ടും. കൂട്ടുകാരെ കാണുമ്പോൾ പറയണം, നിന്റെ കെട്ടുവിന്റെ അമ്മയ്ക്ക് എങ്ങനെ ഇരിക്കുന്നു, അപ്പൻ എങ്ങനെ ഇരിക്കുന്നു, എന്റെ കൂടപ്പിറപ്പൊക്കെ എങ്ങനെ ഇരിക്കുന്നു ചോദിക്കണം. നീ അവരെയൊക്കെ നല്ലപോലെ സ്നേഹിക്കണം, അവരെയൊക്കെ സഹായിക്കണം, ദൈവം നിന്നെ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞു കൊടുക്കണം. നമ്മുടെ ആളുകൾക്ക് നന്മ പറയാൻ വലിയ ബുദ്ധിമുട്ടാണ്. കൂടുന്ന കുശുമ്പ് പറയാനും കുറ്റം പറയാനും ഭയങ്കര ഇഷ്ടമാണ്. പള്ളികളിൽ അച്ഛന്മാർ എന്തോ ഒരു സന്ദേശങ്ങൾ പറയും, പരിശുദ്ധാത്മാവ് നിറഞ്ഞുകൊണ്ട്. ഇതൊന്നും നമ്മുടെ തലയ്ക്കാതിരിക്കുകയല്ല. നമ്മുടെ തലയ്ക്കാതിരിക്കുന്ന മുഴുവൻ കുശുമ്പ്, കുഞ്ഞായ്മ, വാശിയും, വൈരാഗ്യം, വെറുപ്പും, വിദ്വേഷമൊക്കെയാണ്. പല പള്ളികളിലും ധ്യാനം കഴിഞ്ഞിട്ട് വീട്ടിൽ ഇരിക്കുന്നവർ ചോദിക്കും, അച്ഛൻ എന്നാ പറഞ്ഞു, തോമസ് എന്നാ പറഞ്ഞു, അത് കേൾക്കേണ്ടിയതായിരുന്നു നല്ലതായിരുന്നു, കേൾക്കേണ്ടിയതായിരുന്നു നല്ലതായിരുന്നു പറയും. പക്ഷേ അതെല്ലാം തലയിൽ താഴെ വെച്ചു. 10-25 കൊല്ലം മുമ്പുള്ള വാശിയും, വൈരാഗ്യം, വെറുപ്പും, വിദ്വേഷം എല്ലാം തലേ വെച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞ് പഠിപ്പിക്കുക. ഞാൻ മരിച്ചു പോയാൽ നിങ്ങൾ ഓർത്തോണം, 10 പൈസയുടെ ഉപകാരം ചെയ്ത് കണ്ട മെന്റലിന് കെട്ട വകയാണ്, കയറിപ്പോകരുതെന്ന് പറഞ്ഞേൽപ്പിച്ചിട്ടാണ് പല അമ്മമാരും കുഴിയിലോട്ട് പോയത്. ആ കുഞ്ഞുങ്ങൾ ഇപ്പോഴും അമ്മ പറഞ്ഞു കേട്ടോണ്ട് പിണക്കത്തിൽ ജീവിക്കുകയാണ് ചെയ്യുന്നത്. അമ്മയാണ് പറഞ്ഞു കൊടുത്തത് മുഴുവനും. കണ്ടാ മിണ്ടരുത്, കയറിപ്പോകരുത്, കെട്ട വകയാന്ന് പറഞ്ഞു കൊടുത്ത ആരാണ്? അമ്മയാണ് പറഞ്ഞത്. പല കുടുംബത്തിലും ചിലയിടത്തൊക്കെ ഉണ്ട്. എല്ലാവരും ഉദ്ദേശിച്ചല്ല പറഞ്ഞത് കേട്ടോ.
ചില കുടുംബങ്ങളിലെ ഭാര്യമാര് അവര് ചേട്ടത്തിയനീതിമാരെ ആങ്ങളമാരുടെ എല്ലാം നന്മയും കുഞ്ഞുങ്ങളെ പറഞ്ഞു കേൾപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പൻ്റെ പെങ്ങന്മാരെയും ചേട്ടനിയന്മാരുടെയും എല്ലാം കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ ഈ വീട്ടിലെ ചില്ലറ എന്തെങ്കിലും കിട്ടുന്ന അപ്പൻ്റെ എന്തെങ്കിലും ചില്ലറ കിട്ടുന്ന എല്ലാം കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി പള്ളിക്കൂട് അടയ്ക്കുമ്പോഴത്തേന് എപ്പോഴും അമ്മയുടെ ആങ്ങളുടെയും ചേട്ടൻ്റെയും എല്ലാം കൊടുത്തു, നീ വരുമ്പോൾ കൊച്ചിന് മാല കൊണ്ടുപോകാം, കമ്മല് കൊണ്ടുപോകാം, പാദസരം കൊണ്ടുപോകാം, നീ കൊടുത്തു നീട്ടാന്ന് പറഞ്ഞാൽ കണ്ടോ അവിടെ കൊണ്ടെത്തുന്നതാ. നിന്റെ വേലപ്പനും ചീറ്റപ്പനൊക്കെ എന്നാ നിന്റെ അപ്പൻ്റെ പെങ്ങന്മാരെന്നാ ഇങ്ങനെ പല അമ്മമാരും ഇങ്ങനെയുള്ള ഇവിടുത്തെ കുഞ്ഞുങ്ങളെ അപ്പൻ്റെ കാശും കട്ടും പെട്ടിച്ച് എല്ലാം എടുത്തുകൊണ്ടുപോയി ചേട്ടിമാരെ കൊണ്ട് അവിടെ ചേട്ടത്തിയുടെ അനിയത്തിയുടെ ആങ്ങളമാരെയും കൊടുത്തിട്ട് അവരിങ്ങനെ കൊണ്ടിരുന്ന ഭാര്യദോഷം കണ്ടുകൊണ്ട് അപ്പൻ്റെ വീട്ടുകാരെ അപമാനിക്കുകയും അമ്മ വീട്ടുകാരെ പുകട്ടി പറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന പല അമ്മമാരും ഉണ്ട്. എന്നാൽ ഈ അമ്മമാര് അവസാന കാലത്തേക്ക് മക്കളെ വിളിച്ചു വരുത്തി പറയണ്ടേ, അപ്പൻ്റെ ചേട്ടാനിയന്മാരുടെ മക്കളെ എല്ലാം വിളിച്ചു വരുത്തി എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. മക്കളെ, നിങ്ങൾക്ക് മാല തന്നതും പാദസരം തന്നതും കമ്മൽ തന്നതും പൈസ തന്നതെല്ലാം നിങ്ങളുടെ പപ്പായുടെ കാശാണ്. ഞാനന്ന് ചുമ്മാ പറഞ്ഞതാണ്. നിങ്ങൾ ഒരു ചൊകരിയാണ്, ഒരു അപ്പൻ്റെ മക്കളാണ്. നിങ്ങൾ ഒരുമിച്ച് സ്നേഹിച്ച് ജീവിക്കണം മക്കളെ. നിങ്ങൾ ഒരിക്കലും പിണങ്ങരുത് മക്കളെ. കൂടപ്പറപ്പുകൾ വിഷമിക്കുന്നുണ്ട്, നിങ്ങളെ സഹായിക്കണം മക്കളെ എന്ന് പറഞ്ഞ് ചത്തുപോയ ഒരു തള്ളമാരും കണ്ടിട്ടില്ല. 55 കൊല്ലമായിട്ട് ഇങ്ങനെ ചത്തുപോയ ഒരു തള്ളമാരും കണ്ടിട്ടില്ല. അവർ ഈ ദുഷ്ടത മുഴുവൻ പറഞ്ഞേൽപ്പിച്ചിട്ടാണ് അവർ കടന്നുപോയിരിക്കുന്നത്. സ്വന്തം അനുഭവം പറയാൻ, എൻ്റെ അപ്പനെ 5 ചേട്ടനീനിയന്മാരായിരുന്നു. എൻ്റെ അമ്മയും പേരമ്മ ഇളയമ്മമാർക്ക് എല്ലാം കുശിപ്പായിരുന്നു, എല്ലാത്തിനും കുശിപ്പായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ 3ാമത്തെ തലമുറ വന്നിട്ട് ആ പിണക്കം മാറിയിട്ടില്ല. ഇപ്പോഴും ആ പിണക്കം ഇങ്ങനെ നല്ല ജാതായായിട്ട് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കാരണവന്മാർ അങ്ങനെയാണ് പറഞ്ഞു പഠിപ്പിച്ചതൊക്കെ. എന്നാൽ അപൂർവം ചില കുടുംബങ്ങൾക്കാണ് എന്ത് വലിയ അനുഗ്രഹങ്ങളാണ് ആ കുടുംബത്തിന് കിട്ടുന്നത്. കുടുംബത്തിലെ വിശുദ്ധരായ ഭാര്യമാരുണ്ടെങ്കിൽ അവിടെ അവരുടെ കൂടപ്പിറപ്പുകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ട ജീവിതമായി മാറിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നമ്മൾ ഇന്നത്തെ ദിവസം പരിശുദ്ധാത്മാവ് എന്നെ കേൾപ്പിച്ചതാണ് എന്നുള്ളൊരാഗ്രഹം നമുക്കുണ്ടാകണം. നമ്മൾ മാറണം. എൻ്റെ സ്വഭാവം ഇച്ചിലൂടെ നന്നാകണം, എൻ്റെ സംസാരം ഇച്ചിലൂടെ നന്നാകണം, എൻ്റെ പെരുമാറ്റം ഇച്ചിലൂടെ നന്നാകണം, എൻ്റെ അഹങ്കാരം ഒന്ന് മാറ്റിവെക്കണം, എൻ്റെ വാശിയും വൈരാഗ്യവും വെറുപ്പുമെല്ലാം ഒന്ന് മാറ്റിവെക്കണമെന്ന് നമ്മളൊന്ന് ആഗ്രഹിച്ച് നമ്മുടെ സ്വഭാവം നമ്മൾ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് അത് മാറ്റാൻ ആഗ്രഹിച്ചാൽ പരിശുദ്ധാത്മാവ് നമ്മൾ എന്നും വന്ന് നടന്നുകൊണ്ടേയിരിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം വഴിപഴിച്ചു പോകുന്നതിൻ്റെ കാരണം മുഴുവനും കുടുംബത്തിലെ പ്രാർത്ഥനയും കൂടപ്പിറപ്പുകൾ സ്നേഹവും പരസഹായങ്ങളും നഷ്ടപ്പെട്ടു പോയി കുടുംബങ്ങളിൽ നിന്ന്. അതുകൊണ്ടാണ് നമ്മുടെ മക്കളെല്ലാം ഇന്ന് പല വഴിക്ക് നശിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ മക്കളെ ലഹരി ഉപയോഗിച്ച് സൈക്കാട്രിയായിട്ട് നിരന്തരം വന്നുകൊണ്ടിരിക്കുക. ആൺമക്കൾ കേട്ടോണ്ടിരുന്നു, അതുങ്ങളുടെ ജീവിതം പോയി. അടിക്കക്കുളത്തിൻ്റെ മാനസികരുടെ വാർഡിൽ സ്ഥിരമായിട്ട് ലഹരി ഉപയോഗിച്ച് മാനസിക രോഗികളായി കിടപ്പുണ്ട്. ജീവിതം പോയി. പെൺപിള്ളേരും വരുന്നുണ്ട്. ജയിലിൽ കുറെ പേര് കിടപ്പുണ്ട്. ഞാനവിടെ പോകുന്നതാണ്, ജയിലിലൊക്കെ പോകുന്നതാണ്. നമ്മുടെ മക്കള് ജയിലിലും മാനസിക രോഗ ആശുപത്രിയിലും ഒക്കെ കിടക്കരുത് എന്നൊരു ആഗ്രഹം നമുക്കുണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഞാൻ ഈ കോളേജുകളിലൊക്കെ പോകുമ്പം ചെറുപ്പക്കാരായ കുഞ്ഞു മക്കളോട് പറയും, മക്കളെ, നിങ്ങൾ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ കൈ വിരിച്ച് പിടിച്ചുകൊണ്ട് ഒരു 10 പ്രാവശ്യം പ്രാർത്ഥനയാണ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു. എൻ്റെ കർത്താവായ ദൈവമേ, എൻ്റെ അമ്മയെ മാതാവേ, എൻ്റെ മാതാക്കന്മാരെ വിശുദ്ധരെ, എൻ്റെ നാശകരമായ ജീവിതം കണ്ടുകൊണ്ട് എൻ്റെ അപ്പനും അമ്മയും കരഞ്ഞ് ജീവിച്ച് മരിക്കുവാൻ ഞാൻ ഇടയാക്കരുതേ. 10 പ്രാവശ്യം ചെല്ലാൻ മതി. എൻ്റെ നാശകരമായ ജീവനം കണ്ടുകൊണ്ട് എൻ്റെ അപ്പനും അമ്മയും കരഞ്ഞ് ജീവിച്ച് മരിക്കാൻ ഞാൻ ഇടയാക്കരുത്. എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും കണ്ണുനീരിൻ്റെ മുമ്പിൽ അതിന് ഞാൻ ഏറ്റവും വില കൽപ്പിക്കണം. എനിക്ക് ഐസ്ക്രീം തന്നോ, ബിരിയാണി തന്നോ, സിനിമ കാണിച്ചോ ഈ അടുത്ത കാലത്ത് ആണെന്ന സ്നേഹമല്ല വലുത്. എൻ്റെ അമ്മയുടെ സ്നേഹം, എൻ്റെ അപ്പൻ്റെ സ്നേഹമാണ് എനിക്ക് വേണ്ടത്. എൻ്റെ അമ്മ കരയാൻ പാടില്ല, എൻ്റെ അപ്പൻ കരയാൻ പാടില്ല. ചെറുപ്പക്കാരായ പെൺമക്കളും ആൺമക്കളും എന്ന് വിചാരിക്കുന്നത് ഏറ്റവും വലിയ കാര്യമായിരിക്കും.
ഇതുങ്ങളെല്ലാം ദൂരമള്ളി കടന്നു പോകുന്നത് തൂത്ത് വൃത്തിയാക്കി തോളലിട്ട് ഇതുങ്ങളെല്ലാം വളർത്തി വളർത്തി വലുതായി വന്നു കഴിഞ്ഞപ്പോൾ അടുത്തടുത്ത കാലങ്ങളിൽ കണ്ട് ഓരോരോ ചെറുപ്പക്കാരുടെയും പുറകെ ഇങ്ങനെ ഓടിപ്പോയി നമ്മുടെ മക്കൾ വലിയ നാശത്തിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ചെറുപ്പക്കാരായി ഇവിടെ ഇരിക്കുന്ന ആൺമക്കളെ, പെൺമക്കളെ, എന്റെ അപ്പനും അമ്മയും എന്റെ നാശകരമായ ജീവനം കണ്ടുകൊണ്ട് കരഞ്ഞ് ജീവിച്ച് മരിക്കുവാൻ ഞാൻ ഇടയാക്കരുതെന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോ ചെറുപ്പക്കാരായ ആൺമക്കൾക്കും പെൺമക്കൾക്കും ഒരാഗ്രഹം ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങൾ അങ്ങനെയൊക്കെ ആഗ്രഹിക്കണം മക്കളെ. നമ്മുടെ അമ്മയും അപ്പനെയും ഒന്ന് കരയിപ്പിക്കരുത്. ഇവിടെ ഇരിക്കുന്ന ഓരോ അമ്മയും അപ്പനും ഓർക്കണം, മക്കളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. അപ്പന്മാർ പള്ളിയിൽ പോകുമ്പോൾ ആൺമക്കളും മൂത്തവരുണ്ട്, അവനെ കൊണ്ട് പോയിട്ട് ഒന്നിച്ചിരുന്ന് പള്ളിയിൽ നിന്ന് കുർബാന കഴി പ്രാർത്ഥിച്ച് തിരിച്ചു പോരുമ്പോൾ നല്ലൊരു റെസ്റ്റോറൻറ്റ് കണ്ട് അവന് പൊറോട്ടയും ചിക്കൻ കറിയും ഒക്കെ മേടിച്ചു കൊടുത്തിട്ട് അപ്പനും മകനും വലിയ സുഹൃത്തുക്കളായി മാറണം. അമ്മയും മകളും ഒരുമിച്ച് കുർബാനയ്ക്ക് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ച് അമ്മ മകളുടെ കയ്യെ പിടിച്ചോണ്ട് പ്രാർത്ഥിക്കണം, കർത്താവായ ദൈവമേ എന്റെ മോക്കൊരു നാശവും വരരുതേ, അപ്പൊ ഒത്തിരി ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാകണമേ, എന്റെ മകളെ കാത്തുകൊള്ളണേ എന്ന് പ്രാർത്ഥിക്കണം അമ്മമാര്. കുടുംബത്തിലെ ജോലികൾ എന്ന് പറയുമ്പോഴത്തേന് ഭാര്യമാര്, പിള്ളേരോട് ഞാൻ പറയാം അമ്മയെ വേലക്കാരിയാക്കി മാറ്റരുത്. ഭർത്താക്കന്മാരോട് പറയും ഭാര്യമാരെ വേലക്കാരിയാക്കി മാറ്റരുത്. പാത്രം കഴിയുന്ന ഒന്നിച്ച് കഴിയുന്ന, തുണി അലക്കുന്ന ഒന്നിച്ചിറങ്ങുന്ന, വീട് വൃത്തിയാക്കുന്ന ഒന്നിച്ചാൽ എല്ലാവരും ഒന്നിച്ച് ചെയ്ത്, എല്ലാവരും ഒന്നിച്ച് ജോലി ചെയ്ത്. പെണ്ണുങ്ങളെ മാത്രം തൊഴില്, രാവിലെ തിന്നാൻ ഉണ്ടാക്കി തന്ന് അതിനെ ആക്ഷേപിച്ചു, ആ പാത്രം കൈ വെച്ചു. ഉച്ചയാകുമ്പോൾ എല്ലാം തിന്നാൻ നിന്നെ കൊണ്ടുവച്ച് അത് കഴിച്ചിട്ട് അതിനെ ആക്ഷേപിച്ചു, ആ പാത്രം കൈ വെച്ചു. 4 മണിക്ക് ചായ അതിന് കുറ്റം പറഞ്ഞ് ആ ഗ്ലാസോടെ വെച്ചിട്ട് പോയി. വൈകിട്ട് അത്താഴം തന്നു, അതിന് നേരെയും ആക്ഷേപം പറഞ്ഞിട്ട് തള്ള പഠിപ്പിച്ച ഓപ്പാന്തി എന്ന് പറഞ്ഞിട്ട് ഏറ്റവും ആ പാത്രം കൈ വെക്കുന്നു. പെണ്ണുങ്ങളെ അടിമകളാക്കി കൊണ്ടുപോകരുത്, ഭാര്യമാരെ അടിമകളാക്കരുത്, അവരെ പട്ടികളാക്കി തെണ്ടികളാക്കി മാറ്റരുത്. അവർക്ക് കൊടുക്കേണ്ടത് എല്ലാ വില നമ്മൾ കൽപ്പിച്ചു കൊടുക്കുമ്പോഴത്തേന് ആ കുടുംബത്തിന് അനുഗ്രഹമായി മാറിക്കൊണ്ടേയിരിക്കും. അതിന്റെ കുടുംബത്തിലെ പാത്രം കഴിവ്, ആഹാരം ഉണ്ടാക്കുന്ന, തുണിയെടുത്ത എല്ലാ ജോലികളും നമ്മൾ ഞാൻ ഇതൊക്കെ ചെയ്യുന്നതാണ്. എൻ്റെ സുഹൃത്തുക്കളും കൂടി എനിക്ക് വീട് ചെലവൊക്കെ തന്നു. മക്കളെല്ലാം നേഴ്സിംഗ് പഠിച്ച് കല്യാണം കഴിഞ്ഞ പല വഴിക്കായി ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് ശ്വാസം കൊണ്ടുള്ളതാണ്. അവരാഹാരം കഴിച്ച് പാത്രം ഇവിടെ ഇരിപ്പുണ്ട്, ഞാൻ കഴുകി വെക്കും. ചായ കുടിക്കുക ഗ്ലാസ് ഉണ്ടായി ഞാൻ കഴുകി വെക്കും. ഒന്നെന്തെങ്കിലും കിടക്കുമ്പോൾ ഞാൻ വിളിച്ചിരിക്കില്ല, ഞാൻ ചെന്ന പാത്രം എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് മേശപ്പുറം തുടച്ചു. കാരണം എൻ്റെ ഭാര്യയെ ഞാൻ വേലക്കാരിയാക്കരുത്, എൻ്റെ അമ്മയെ ഞാൻ വേലക്കാരിയാക്കരുത്, എൻ്റെ അപ്പനെ ഞാൻ കൊടുക്കേണ്ട ബഹുമാനം എല്ലാം കൊടുക്കണമെന്ന് മക്കളാക്കണം. ഭാര്യമാരോർക്കണം, ദൈവം തന്ന ഭർത്താവാണ്, എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ജീവിതം തരുന്ന ഭർത്താവാണ്. ആ ഭർത്താവ് കയറി വരുമ്പോൾ ഞാൻ സ്വീകരിക്കേണ്ട പോലെ സ്വീകരിക്കണമെന്നൊരാഗ്രഹം ഉണ്ടാകണം ഭാര്യമാർക്ക്. രാവിലെ എന്തെങ്കിലും പറഞ്ഞിട്ട് ചെറിയ വടക്കം കൊണ്ട് ഇറങ്ങിപ്പോയാൽ വൈകിട്ട് കയറി വരുമ്പോഴത്തേന് സാധാരണ ആണെങ്കിൽ തോന്നും അവരത് മറന്നുപോയി. ഭാര്യമാരത് ഓർത്തിരിക്കുക, കാലത്തെ വേണമെങ്കിൽ ഇറങ്ങിപ്പോയി ഇവിടെ തുണി എവിടെ അടി കിടക്കും, എവിടെയെന്നാ പറിച്ചിട്ടുള്ളത് എന്ന് നോക്കുക, ഞാനാണോ തുണി പിടിച്ചത്? അപ്പോഴും ഉടക്കുന്നത് ഇവിടെ ക്ഷീണിച്ച വന്ന എല്ലാം കുടിക്കാൻ തരാതാണ്. കണ്ട വഴിയെല്ലാം കുടിച്ചിട്ടല്ലേ വന്ന്. പെണ്ണുങ്ങളുടെ നാക്ക് മോശമായ നരകത്തിൽ പോലും കയറ്റിയത്. നല്ല വർത്തമാനം കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ നടക്കും. വലിയ ആനയെ ഒരു കൊച്ചു മനുഷ്യൻ കൊണ്ട് നടക്കുന്നുണ്ട് സഹോദരി. നല്ല വാക്കുകൾ. അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ഐശ്യപ്പെടുമ്പോൾ ഒരാൾ മിണ്ടാതിരുന്നാൽ മതി. പിറ്റേ ദിവസം വൈകുന്നേരം അത്താഴം കഴിക്കുമെങ്കിൽ ബാക്കി പറഞ്ഞാൽ മതി. എൻ്റെ സഹോദരിമാരോട് ഞാൻ പറയുമ്പോഴത്തേനും അതുവരെ പിടിച്ചു നിൽക്കാൻ പാടാ താമസിക്കണ്ട. എനിക്ക് അന്നേരം അറിയാനോട് പറഞ്ഞു, എന്നാ അടി മേടിച്ചു, എന്നാ നല്ല അടി മേടിച്ചു. ഒരു നല്ല വാക്ക് കൊണ്ട് എന്തുമാത്രം ദൈവാനുഗ്രഹവും നന്മയും ഐശ്വര്യവും അവിടെ ഉണ്ടായിരിക്കും. പക്ഷേ നമുക്കത് മാത്രം പറ്റുന്നില്ല. നമുക്ക് നല്ല മീൻകറി കൂട്ടാൻ പറ്റുന്നുണ്ട്, ഇറച്ചിക്കറി കൂട്ടാൻ പറ്റുന്നു, എല്ലാം കഴിക്കാൻ പറ്റുന്നു. ഒരു നല്ല വാക്ക് പറയാൻ നമുക്ക് പറ്റുന്നില്ല. അപ്പം നമ്മൾ കുറെ കാര്യത്തിലൊക്കെ നമുക്ക് ഒത്തിരി സ്വാർത്ഥതയുണ്ടാകണം. ആണുങ്ങളെ ഞാൻ കാണുന്ന ഞങ്ങളുടെ നവജീവിക അടുത്ത് ഓരോരുത്തരും കയറിയിരുന്നുണ്ട്. 2 കോഴി പൊരിച്ച് 5-6 പൊറോട്ടയും 15 പഠിച്ചിട്ട് വീട്ടിലോട്ട് വന്നു. പാവപ്പെട്ടവർ പണിയാൻ പോകുന്നതിന് 1000 രൂപ കൂലി കിട്ടുന്നവന് 2 കോഴി പൊരിച്ചതും പൊറോട്ടയും 15 കഴിച്ചിട്ട് പാവപ്പെട്ടവൻ വീട്ടിലോട്ട് പോകണം. വീട്ടിൽ ചെന്ന് തെറി അടി ബഹളം. പെണ്ണുണ്ടായ കെട്ടിക്കാൻ നേരത്തെ പാവപ്പെട്ടവനാ, പള്ളിക്കൂടം തുറക്കുമ്പോൾ പാവപ്പെട്ടവനാ, പരീക്ഷയ്ക്ക് ഫീസ് അടയ്ക്കുമ്പോൾ പാവപ്പെട്ടവനാ, അല്ലാത്തപ്പോഴെല്ലാം അവൻ തട്ടുകടയും ഷാപ്പും മാത്രമാണ്.
എന്നാൽ ചില ആളുകളെ കാണാം, അവർ കഴിക്കത്തില്ല. പൊറോട്ടായും പൊരിച്ച കോഴി എല്ലാം പാഴ്സൽ മേടിച്ച് വീട്ടിൽ പോകുന്നു. അത് അവൻ്റെ കുടുംബത്തിന് അനുഗ്രഹമാണ്. ഞാൻ പല ആളുകൾക്കും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിർബന്ധിച്ച് കഴിക്കുമ്പോൾ ഞാൻ നിർബന്ധിച്ച് പൊരിച്ച കോഴിയും പൊറോട്ടായും പലർക്കും മേടിച്ചു കൊടുക്കുന്നുണ്ട്. അത് വീട്ടിൽ കൊണ്ട കൊടുക്കാൻ, വീട്ടിൽ കൊടുക്കലില്ല. അങ്ങനെ ഒരു വീട്ടിൽ നിർബന്ധിച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇതെല്ലാം കൊടുത്തപ്പോൾ ഭാര്യ പറഞ്ഞു, എന്നാൽ ഞങ്ങളുടെ സമയം അടുത്തെന്നാണ് തോന്നുന്നത്. ഇതെന്നാ ഇങ്ങനെ, നിങ്ങൾക്ക് എന്നാ പറ്റി, എന്നാ അതെനിക്ക് നല്ല മനസ്സ് കൊടുത്തു, നിങ്ങളുടെ നല്ല മനസ്സൊക്കെ എനിക്ക് ആരായാലും മേടിച്ചതെന്ന് പറഞ്ഞപ്പോൾ അവസാനം പറഞ്ഞു, കോഴി വെച്ചും പൊറോട്ടയ്ക്കുന്ന ഇളയ കൊച്ചുമോളും എന്തൊരു രുചിയാ പപ്പ, ഇതൊക്കെയാണോ പപ്പ നടന്നിരുന്നത്, ഞാൻ ഇന്ന് വരെയും കൊണ്ടു തന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷമായി കിടന്നുറങ്ങി. രാവിലെ കൊച്ചുമോള് ഒരു പ്ലാസ്റ്റിക് കൊണ്ട് എടുത്ത് അപ്പനെ കൊടുത്തിട്ട് വന്നു, പപ്പ ഞാനൊരു നല്ല കാര്യം പറയാമെന്നോ. എന്നാ മോളെ? പപ്പ രാവിലെ മോന് കയറുന്ന ചായക്കടവിലെല്ലാം ഇതുപോലുള്ള സാധനങ്ങൾ വെച്ചിരിച്ച മേടിച്ച് കൂടിനകത്ത് വെക്കണം, എന്നിട്ട് ഉറങ്ങുന്നതിന് മുമ്പ് വരികയും ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ഞാൻ കരഞ്ഞ് ഇവിടെ കിടന്ന് ചത്തു പോകും. അതുകൊണ്ട് അപ്പൻ നേരത്തെ വീട്ടിൽ ചെല്ലാൻ തുടങ്ങി. ആ കുടുംബത്തിൽ സന്തോഷമായി. നമുക്ക് 4 കോഴി പിടിച്ചതും 10 പൊറോട്ടയുടെ മുടക്കി കൊടുത്തു. അപ്പൊ ചേട്ടന്മാരൊക്കെ എൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടമുള്ളത് എന്താണോ, ഏത് കൂട്ടുകാർക്ക് ഞാൻ ചെലവ് ചെയ്യുന്നോ അതൊക്കെ ഇഷ്ടമാണ്. നടക്കുന്ന കാലത്ത് പലർക്കും കൂട്ടുകാർക്ക് ചെലവ് ചെയ്യാൻ ഇഷ്ടമാണ്, വീട്ടിൽ മേടിച്ചെന്നാൽ ഇഷ്ടമില്ല. പക്ഷേ നടന്നു പോകുന്ന കാലത്ത് കൂട്ടുകാരുടെ കിടപ്പിലാകുന്ന കൂട്ടുകാരില്ല, വീട്ടുകാർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഭാര്യമാർക്ക് ഇഷ്ടമുള്ള പാഴ്സലൊക്കെ കൊണ്ട് കൊടുക്കണം. എൻ്റെ ഭാര്യയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം എനിക്കറിയാം, ഞാൻ ഇടയ്ക്കിടയ്ക്ക് എല്ലാം മേടിച്ചു കൊണ്ട് കൊടുക്കും. നൂഡിൽസ് ഇഷ്ടമാണ്, ഞാൻ അത് കൊണ്ട് കൊടുക്കും. ബാർബിക്യൂ ഇഷ്ടമായി, ഞാൻ അത് കൊണ്ട് കൊടുക്കും. അങ്ങനെ ഇഷ്ടമുള്ളത് പറയാതെ ഞാൻ കൊണ്ട് കൊടുക്കും. കാരണം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഭാര്യ ഭർത്താക്കന്മാരെ ചിന്തിക്കുക. ഏതെങ്കിലും ഒരു കാലത്ത് നമ്മൾ വേർപിരിയും, നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കും. പള്ളിയിൽ നിന്ന് അഭിഷേകരായ പുരോഗതി ആസ്വദിച്ച് അനുഗ്രഹിച്ച കുടുംബജീവിതം തന്നതാണ്. ഒരു കാലത്ത് നിങ്ങളിൽ ആരെങ്കിലും ഒരാളെ ആ ദേവാലയത്തിൽ വന്ന് അവസാനിപ്പിച്ചു. ജീവിച്ചിരിക്കുന്ന കാലത്ത് വേണം ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ഭാര്യയെ സ്നേഹിക്കാൻ കരുതാൻ, ഞാൻ എൻ്റെ ഭർത്താവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ കരുതാൻ, ഞാൻ എൻ്റെ അമ്മയും അപ്പനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ കരുതാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് മാത്രമേ പറ്റുള്ളൂ. ഇന്നലെ നാളെ ഒരു ദിവസം എൻ്റെ ഭാര്യ എനിക്ക് നഷ്ടപ്പെടും. ചിലപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് ഞാനില്ലാതെയാകും. എന്നെങ്കിലും ഒരു ദിവസം ഇത് സംഭവിക്കും. എന്നെങ്കിലും ഒരു ദിവസം എൻ്റെ ഭർത്താവ് എന്നിൽ നിന്നും മരണത്തിലേക്ക് പോകും. എന്നെങ്കിലും ഒരു ദിവസം എൻ്റെ ഭർത്താവിൽ നിന്ന് ഞാൻ മരണത്തിലേക്ക് മടങ്ങിപ്പോകും. ശവപ്പെട്ടി കിടക്കുമ്പോൾ നമുക്ക് കുറേ ഓർമ്മകൾ വരും. മനുഷ്യർ ഓരോരുത്തരും മരിക്കുമ്പോൾ ശേഷിക്കുന്നവരുടെ ഓർമ്മകൾ മരിക്കത്തില്ല. ആ ഓർമ്മകളിൽ കൂടെ അവർ പിന്നെ ജീവിച്ചു പോയിക്കൊള്ളും. അതുകൊണ്ട് ജീവിതകാലം മുഴുവനും നമ്മുടെ കൂടെയുള്ളവർക്കും നമ്മുടെ നാട്ടുകാർക്കും വീട്ടുകാർക്കും കൂട്ടുകാർക്കും എല്ലാവർക്കും സമാധാനത്തിലും സന്തോഷത്തിലും സൗഭാഗ്യത്തിലും ജീവിക്കുവാൻ നമ്മൾ ഓരോരുത്തരും അതിനു വേണ്ടി മനസ്സാകണം. നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവർക്ക് പ്രചോദനം കൊടുക്കണം. എൻ്റെ കൂടെ കൂടിയവർക്കെല്ലാം പ്രചോദനം കൊടുത്ത് കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും ഇതുപോലുള്ള ആതുരാലയങ്ങളായി ഭക്ഷണ വിതരണമായി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചാരിറ്റി പ്രവർത്തനം കേരളത്തിലായി മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ചാരിറ്റി പ്രവർത്തനമുള്ള സ്ഥലം, വിദേശത്ത് ജോലിക്ക് പോകുന്നവർ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുന്നത് കേരളത്തിൽ നിന്നാണ്. ഏറ്റവും കൂടുതൽ ചാരിറ്റി ജീവകാരുണ്യ പ്രവർത്തനം നടക്കുന്ന സ്ഥലം കേരളമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഒരു കുഞ്ഞു ജീവിതം കൊണ്ട് എത്രയോ പേർക്ക് ഒരു വലിയ ജീവിതം ഉണ്ടാകും. നമ്മുടെ ഒരു കുഞ്ഞു ജീവിതം കൊണ്ട് എത്രയോ പേർക്ക് ഒരു വലിയ ജീവിതം ഉണ്ടാകും. സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒത്തിരി ദൂരെ പോകേണ്ടതാണ്. ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, എല്ലാ ദൈവാനുഗ്രഹങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നും ഇപ്പോഴും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളും കുടുംബവും എന്നും അനുഗ്രഹത്തിൻ്റെയും പ്രാർത്ഥനയുടെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പ്രത്യാശയുടെയും കുടുംബമാകട്ടെ. നമുക്കൊരു സ്വർഗീയ യാത്രയുണ്ട്. നമുക്ക് ഈ വീട്ടിൽ നിന്ന് നമ്മൾ പോകും, ഈ നാട്ടിൽ നിന്ന് പോകും, ഈ കൂട്ടുകാരിൽ നിന്ന് പോകും, ഈ മക്കളിൽ നിന്ന് പോകും. ഒരു സ്വർഗീയ യാത്ര നമുക്ക് ഇന്നുണ്ടെങ്കിൽ നാളെ കൊണ്ട് ഒരു ദിവസമുണ്ട്. ഇതിന് ആർക്കെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ ആർക്കെങ്കിലും
ഒരു 3 പേർക്ക് ചോദിക്കാം. എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ട്, അതോടെ പറഞ്ഞു നിർത്താൻ ആഗ്രഹിക്കുകയാണ്. സമയപ്പെട്ടിരിക്കാറ് കേട്ടോ. ആർക്കെങ്കിലും എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ട് ചോദിക്കാം. എന്തെങ്കിലും ചോദിക്കാനുണ്ട് ചോദിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം, അതിന്റെ ഉത്തരവ് ഞാൻ തന്നെ പറയാം. ആർക്കെങ്കിലും ചോദിക്കാനുണ്ട് ചോദിച്ചു. ആർക്കെങ്കിലും കേട്ടോ എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ട്. നമ്മുടെ വീട്ടിൽ കുടുംബയോഗത്തിന് ഇരിക്കല്ലേ, നമ്മളെ എല്ലാവരും നമ്മുടെ കുടുംബത്തിൽപ്പെട്ടത്. നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും ചോദിക്കുന്നത് ചോദിക്കും. നിങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം ഉത്തരം ഞാൻ തന്നെ പറഞ്ഞേക്കാം. സഹോദരിമാര് ചോദിക്കും, ഭാര്യ ഇതിനൊക്കെ ഉടക്കായിരുന്നു എന്ന് ചോദിക്കും. പലരും ഞങ്ങളൊരു പള്ളിയായിരുന്നു, 1400 ഇടവക്കാരുള്ള പള്ളി, അതിരപ്പുഴ പള്ളി. എന്നെക്കുറിച്ച് കല്യാണത്തിന് മുമ്പ് എൻ്റെ ഭാര്യയ്ക്ക് നല്ലപോലെ അറിയാമായിരുന്നു. പക്ഷെ ഞാൻ അറിയില്ലായിരുന്നു, എന്നെ അറിയാമായിരുന്നു. വീട്ടുകാരാലോചിച്ച് കല്യാണം നടത്തി. ഏറ്റവും കൂടുതൽ എൻ്റെ കാരുണ്യ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നെ സഹായിച്ചത് എൻ്റെ ഭാര്യയാണ്. പിന്നെ ചെറിയ ചോദിക്കും, ഇതിനൊക്കെ എതിർപ്പുകൾ ഉണ്ടായപ്പോൾ എന്ത് ചെയ്തെന്ന് ചിലർ ചോദിക്കാറുണ്ട്. എതിർപ്പുകൾ ഉണ്ടാവും പ്രിയപ്പെട്ടവരെ, എതിർക്കാൻ പോകണ്ട. അവരെ എതിരാളിയായിട്ട് കാണണ്ട. അവരെക്കുറിച്ച് നന്മ പറഞ്ഞ് നമ്മൾ നടന്നു മാറുക. അവിടെ പിന്നീട് അവർ നമ്മുടെ സുഹൃത്തുക്കൾ. നമ്മളെക്കുറിച്ച് മോശം പറയുന്നവരോട് നമ്മളവരുടെ നല്ല ഗുണങ്ങൾ പറഞ്ഞാൽ മതി. അങ്ങനെ നമുക്ക് ശത്രുക്കൾ ഇല്ലാതെയായി മാറിക്കൊണ്ടു. പിന്നെ യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവ യാത്ര ഓർക്കണം എല്ലാവരും. നമ്മുടെ കർത്താവിൻ്റെ പീഡാനുഭവത്തിലൂടെ കുരിശുമരണത്തിലേക്ക് പോകുമ്പോൾ ആ കുരിശിൽ കടന്നുള്ള സ്നേഹവും ആ കുരിശിൽ കടന്നുള്ള ക്ഷമയും ഉണ്ടെങ്കിൽ ആരും വിവാഹമോചനത്തിന് പോവുകയല്ല, ആരും ആത്മഹത്യക്ക് ഒരുങ്ങത്തേയില്ല, ആരും കൊല്ലാൻ പോവുകയല്ല, ആരും തല്ലാൻ പോവുകയില്ല. യേശുക്രിസ്തുവിൻ്റെ കുരിശിലെ സ്നേഹം അവസാനം വരെ സ്നേഹമായിരുന്നു. അവസാനം തിരിച്ചറിവില്ലാത്തവര്, ഞാൻ ആരാണെന്നുള്ള തിരിച്ചറിവില്ലാത്തവരുണ്ടാവും. പടയാളികളെ നോക്കിക്കൊണ്ട് പറഞ്ഞത്, പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് കൊടുക്കണം. ഇതായിരിക്കണം നമ്മളെ ഉപദ്രവിക്കാൻ വരുന്നവർക്കും കൊടുക്കേണ്ട ഒരാഗ്രഹം. അവരറിയാൻ മേലാതെ പറഞ്ഞതാണ്, അവരോർക്കാതെ പറഞ്ഞു പോയതാണ്. അവരോട് ക്ഷമിക്കുക. അവർക്ക് എന്തെങ്കിലും ആപത്ത് വരുമ്പോൾ ഓടി വന്നവരെ കൂടുതൽ സഹായിക്കുക. എപ്പോഴും ആപത്തിലെ സുഹൃത്തുക്കൾ ആത്മാർത്ഥതയുള്ളവരാണ്. സമ്പത്തിലെ പല സുഹൃത്തുക്കൾ, സ്ഥാനമാനത്തിലെ സുഹൃത്തുക്കൾ ആപത്തിൽ കാണിയാലായിരിക്കും. എല്ലാവരും ഒന്ന് ഓർത്തോണ്ടിരിക്കുക, പ്രത്യേകിച്ച് ചേട്ടന്മാര്. ആണുങ്ങൾക്കല്ലേ ഒത്തിരി കൂട്ടുകാരുണ്ട്. സമ്പത്ത് കാലത്ത്, സ്ഥാനമാനത്തിന്റെ കാലത്ത് ഉള്ള പല സുഹൃത്തുക്കളും ആപത്ത് കാലത്ത് കാണിയവരാണ്. ആപത്ത് കാലത്തുള്ള സുഹൃത്തുക്കൾ ആത്മാർത്ഥതയുള്ള സുഹൃത്തുക്കളാണ്. അങ്ങനെയുള്ളവരെ കിട്ടാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെയാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മളെല്ലാവർക്കും ഒരു നല്ല സുഹൃത്താണ്. നമ്മളെപ്പോഴും കൊച്ചു പിള്ളേരോടൊക്കെ ഞാൻ പറയും, സ്കൂളിലെ കോളേജിൽ പഠിക്കുന്ന പിള്ളേരോടൊക്കെ പറയും, മക്കളെ കൊച്ചു നന്മ ചെയ്യും, കൊച്ചു നന്മ ചെയ്യും. ഇവിടെ പറഞ്ഞ് നിർത്താൻ ആഗ്രഹിക്കാം. നിങ്ങളൊരു ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പം ആ വെയിറ്റിംഗ് ഷെഡിലൊന്ന് നോക്കണം. അവിടെ യാചകരായ അപ്പനോ അമ്മയോ ഉണ്ടോ? ഉണ്ടെങ്കിൽ അവിടെ നിന്നൊരു ചായയോ നാരങ്ങ വെള്ളമോ ജ്യൂസോ മേടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് വലിയ അനുഗ്രഹം ആ വെയിറ്റിംഗ് ഷെഡിന് കിട്ടും. നിങ്ങൾ വഴിയെ പോകുമ്പോഴത്തേന് ആരിൽ നിന്ന് കൈ നീട്ടുകയാണോ, അടുത്ത കടയിൽ നിന്ന് ഒരു ജ്യൂസോ ഒരു നാരങ്ങ വെള്ളമോ ഒരു ഏത്തപ്പഴം മേടിച്ചു കൊടുത്താൽ ആ വഴിയിൽ വെച്ച് പരിശുദ്ധാത്മാവ് നിങ്ങളെ അനുഗ്രഹിച്ചു. നമ്മൾ കടന്നു പോകുന്ന വഴികളിലെല്ലാം നോക്കണം. ബസ് സ്റ്റാൻഡിന്, റെയിൽവേ സ്റ്റേഷനും, ആശുപത്രി പരിസരത്തും, പെരുന്നാൾ സ്ഥലത്ത് നോക്കണം. ചെറിയവൻ ഇരിപ്പുണ്ടോ? ചെറിയവന് കൊടുക്കുമ്പോൾ എനിക്ക് തന്നെ കർത്താവ് പറഞ്ഞിരിക്കുന്നുണ്ട്, ചെറിയവൻ എവിടെയാണുള്ളത് നോക്കി പോകുമ്പോൾ ആ ചെറിയവന് കൊടുക്കുമ്പോൾ ദൈവം നമ്മളെ വലുതാക്കിക്കൊണ്ടേയിരിക്കും. അതായിരിക്കണം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശ്രേഷ്ഠമായ ആഗ്രഹം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചെറുപ്പക്കാര് മക്കളോടൊക്കെ പറയുന്നതാണ്, സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ വീട്ടിൽ ചെന്നോ അമ്മയെ വിശക്കുന്നതെന്ന് ഇനി ഒരിക്കലും പറയരുത്. അമ്മ വിശക്കുന്നതെന്ന് പറയരുത്. അമ്മ വല്ലതും കഴിച്ചോ? അമ്മയെ ഒരു മുട്ടായി ആണെങ്കിലും മേടിച്ച് അമ്മയ്ക്ക് കൊടുക്കുക. അമ്മ വല്ലതും കഴിച്ചോ അമ്മയെ? ആ ഒരു ചോദ്യത്തിന്റെ, വാത്സല്യത്തിന്റെ സ്നേഹം അതൊരിക്കലും മരിച്ചാലും മറക്കാത്ത സ്നേഹമായിരിക്കും. ഒരു കാലത്ത് അമ്മയിൽ നിന്ന് നമ്മൾ അകന്നു പോകും, ഒരു കാലത്ത് അമ്മ ഇല്ലാത്തവരായി ജീവിക്കേണ്ടി വരുമെന്ന് ഇന്ന് മുതൽ ഓർത്തു. ഒരു കാലത്ത് അമ്മയിൽ നിന്ന് ഞാൻ അകലും,
ഒരു കാലത്ത് അമ്മയില്ലാത്ത ഒരു ജീവിതമായിരിക്കും എനിക്കുണ്ടാകേണ്ടത്. അതുകൊണ്ട് നമ്മളെപ്പോഴും അമ്മമാരെ കൂടുതൽ സ്നേഹിച്ച് കൊണ്ട് നടത്തിക്കോണം. ഞാൻ എൻ്റെ അമ്മയെയും അപ്പനെയും അതുപോലെ സ്നേഹിച്ച് അപ്പനാദ്യം മരിച്ചു. അമ്മ രോഗിയായി കിടന്നപ്പോൾ എപ്പോഴും അമ്മയുടെ കാലിൽ കൈ തിരുമ്പി കൊടുക്കുക, നട്സും ഒക്കെ മേടിച്ചു കൊടുക്കുക ഒക്കെ ചെയ്യുമായിരുന്നു. അമ്മയ്ക്ക് എണ്ണാൻ അറിയാൻ വേണ്ട ശമ്പളം ജോലിയുള്ള കാലത്ത് ശമ്പളം കിട്ടാൻ പുതിയ 10 രൂപ നോട്ട് ഇങ്ങനെ പ്ലാസ്റ്റിക് കൂടിനകത്ത് കുറെ ഇട്ട് അമ്മയ്ക്ക് വാരി കൊടുക്കുമായിരുന്നു, അമ്മ സന്തോഷിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അമ്മയെ സന്തോഷിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് പറഞ്ഞു, മോനെ നിന്റെ പ്രസംഗമൊക്കെ ഒന്ന് കാണണമെന്നും കേൾക്കണമെന്നുണ്ട്, പക്ഷേ ഇന്നേരെ എവിടെ വരാനാണ്? ഞാൻ പറഞ്ഞു, അമ്മ അവസരം ഈശോ തരും, ഇപ്പം പറയാം. എന്നിപ്പോൾ ശാലം ടിവിയിൽ എൻ്റെ പ്രസംഗം വന്നപ്പോൾ അമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നു. അമ്മ പ്രസംഗമൊക്കെ കണ്ട് കെട്ടിപ്പിടിച്ചു 3 മാസം കഴിഞ്ഞപ്പോൾ അമ്മ സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യുന്നു. എൻ്റെ അമ്മയെ കയ്യെ പിടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അമ്മ യാത്രയായത്. എൻ്റെ അപ്പനും അങ്ങനെയായിരുന്നു, എൻ്റെ വല്യമ്മച്ചി അങ്ങനെയായിരുന്നു. കയ്യെ പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരെല്ലാം യാത്ര ചെയ്തു. അതായിരിക്കും ഏറ്റവും വലിയ സ്വർഗീയ യാത്ര. അവരുടെ പ്രിയപ്പെട്ട പെൺമക്കളെ, ആൺമക്കളെ, അമ്മമാരെ കരയിപ്പിക്കരുത്. അമ്മമാരെ ഒരിക്കലും കരയിപ്പിക്കരുത്. അത് എന്നും ഒരു വലിയ ശാപമായി മാറിക്കൊണ്ടേയിരിക്കും. അതിന് വലിയ മാറ്റമില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ദൈവം നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും തരണമേ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരു നിമിഷം കണ്ണുകളെടുത്ത് കൈകൊട്ട് പിടിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഞങ്ങളെല്ലാവരും ഈ കുടുംബയോഗം സദസ്സിൽ ഒന്നിച്ചു കൂടുവാൻ അവിടുന്ന് ഞങ്ങളെ ഇടയാക്കിയതിനെ ഓർത്ത് ദൈവമായ കർത്താവ് തന്ന അനുഗ്രഹത്തെ ഓർത്ത് ഞങ്ങൾ നന്ദിയും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു. ഈ കുടുംബയോഗത്തിന്റെ പ്രവർത്തകരായി മുൻപിൽ നിന്നും പിൻപിൽ നിന്നും പ്രവർത്തിച്ചവരെ ഓർത്ത് പ്രത്യേകമായിട്ട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഇത്രയും സമയം ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ച കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ നാവിൽ നിന്നും പുറത്തേക്ക് വന്നുകൊണ്ട് ഞങ്ങളുടെ ജീവിതം കർത്താവിൻ്റെ മുമ്പിൽ ധന്യമായി തീരുവാൻ അവിടുന്ന് ഞങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. ഞങ്ങളെന്നും കൂടപ്പിറപ്പ് സ്നേഹം കൊണ്ട് നിറഞ്ഞു ജീവിപ്പാൻ അനുഗ്രഹിക്കണമേ. വിഷമിച്ചു കഴിയുന്ന കൂടപ്പിറപ്പുകളെല്ലാം സഹായിച്ച് ജീവിപ്പാൻ അനുഗ്രഹിക്കണമേ. അഹങ്കാര സ്വഭാവം, ആഡംബര സ്വഭാവമില്ലാതെ ജീവിപ്പാൻ അനുഗ്രഹിക്കണമേ. വാശിയും വൈരാഗ്യവും വെറുപ്പും വിദ്വേഷവും പകയുമില്ലാതെ ജീവിപ്പാൻ പരിശുദ്ധാത്മാവാകുന്ന ദൈവമേ അവിടുന്ന് ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിച്ച് ഞങ്ങളെ ഓരോ ദിവസവും ജീവിപ്പിച്ച് വഴി നടത്തുമാറാകണമേ. എനിക്ക് ഇതിനവസരം ഒരുക്കി തന്ന കുടുംബയോഗം ഭാരവാഹികൾക്കെല്ലാം എൻ്റെ ഹൃദയം നിറഞ്ഞുള്ള പ്രാർത്ഥനയും സ്നേഹവും അറിയിക്കുന്നു. എൻ്റെ ജീവിതകാലം മുഴുവനുള്ള പ്രാർത്ഥനയും സ്നേഹവും നിങ്ങൾക്കുണ്ടായിരിക്കുമെന്ന് അറിയിച്ചുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും നന്ദിയും പ്രാർത്ഥനയും വീണ്ടും ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.